നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷന്റെ പുതിയ ജീവകാരുണ്യ പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കമായി. കേൾവി പരിമിതർക്ക് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പ്രമുഖ ആളുകൾ പങ്കെടുത്തു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ വയലിൻ തന്ത്രികളിൽ മീട്ടിയ സംഗീതത്തിനൊപ്പമായിരുന്നു മമ്മൂട്ടിയുടെ പ്രഖ്യാപനം. കാതോട് കാതോരം. കേൾവി പരിമിതിയുള്ള നിർധനരായ ആളുകൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത്. ആലുവ രാജഗിരി ആശുപത്രിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാഴ്ചയും കേൾവിയുമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ശ്വാസം വലിക്കുകയും ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ ശ്വാസം വലിച്ച് മണമില്ലെങ്കിലും ശ്വാസം വലിക്കാം. ചിലർക്ക് അതുമില്ല. കുറേ കാലത്തേക്ക് എനിക്കില്ലായിരുന്നു ഇതൊന്നും. ഇപ്പോൾ കുറച്ച് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇല്ലാത്തപ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ. അപ്പോൾ കേൾവി നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അത് ജന്മനാ നഷ്ടപ്പെട്ടു പോയവർക്ക് അവർക്ക് അതിനോടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്നൊരു വലിയ കാര്യമാണ്. കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ വാർഷികാഘോഷ പരിപാടി മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.